ഒരു വെറൈറ്റി ലഡു ഉണ്ടാക്കിയാലോ? റവയും തേങ്ങയും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ലഡു, റവ ലഡു. ഈ ലഡു ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചത് കുറച്ച് റവയാണ്, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് കശുവണ്ടി, പിന്നെ കുറച്ച് ഏലക്കായും. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ്, ഞാൻ ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്ത് കരിഞ്ഞു പോകാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്നൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചിരകി വെച്ച തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പാകമായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് നന്നായി തേങ്ങയായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും പഞ്ചസാരയും നന്നായി മിക്സായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും റവയും നന്നായി മിക്സായി വരണം. റവയുടെ എല്ലാ ഭാഗത്തും തേങ്ങയും പഞ്ചസാരയും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര ഈ റവയുടെ എല്ലാ ഭാഗങ്ങളും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചാൽ ഈ തരി നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ ലഡുവാക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലഡുവിന് വേണ്ട മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നാൽ നമുക്കിത് ഉരുട്ടി ലഡുവാക്കാം. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഉരുട്ടുന്നത്. രണ്ട് കൈ കൊണ്ട് ഉരുട്ടിയാൽ നല്ല ഷേപ്പുള്ള ലഡുവായി കിട്ടും. ഓരോന്നായി നമുക്ക് ഉരുട്ടി ലഡുവാക്കി വെക്കാം. നമുക്ക് 2-3 ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ലഡു റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് മനോഹരമാക്കാൻ കുറച്ച് ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ അതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഭംഗി കൂട്ടാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി റവ ലഡു റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ പ്രൊഫൈൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.
നല്ല നല്ല കമൻറ്റുകളിട്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. താങ്ക് യു. ഈ ലഡു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.